കായംകുളം റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഫീസ് വർധനവ് പിൻവലിക്കണമെന്ന് റെയിൽവേ ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് റെയിൽവേ ആക്ഷൻ കൗൺസിൽ റെയിൽവേ ബോർഡിന് പരാതി നൽകി. ആയിരക്കണക്കിന് യാത്രക്കാരെ ചൂഷണം ചെയ്യുന്ന റെയിൽവേയുടെ ജനവിരുദ്ധ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കുവാൻ തീരുമാനിച്ചതായും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ള റെയിൽവേ യാത്രക്കാരുടെ വാഹനങ്ങൾക്ക് നിലവിലുള്ള പാർക്കിംഗ് ഫീസിന്റെ ഇരട്ടി തുക വർദ്ധിപ്പിച്ച നടപടി റെയിൽവേ അധികൃതർ പിൻവലിക്കണമെന്ന് കായംകുളം റെയിൽവേ ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് റെയിൽവേ ബോർഡിന് പരാതി നൽകിയതായും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. ഉപജീവന മാർഗത്തിനു വേണ്ടി മണിക്കൂറുകൾ യാത്ര ചെയ്യുന്ന സാധാരണക്കാർ ഏറെയും ആശ്രയിക്കുന്നത് ട്രെയിനുകളെയാണ്. ഇവർ സീസൺ ടിക്കറ്റ് എടുത്താണ് മിക്കപ്പോഴും യാത്ര ചെയ്യുന്നത്. ഇവരുടെ ഇരുചക്ര വാഹനങ്ങളുടെ ഫീസ് പ്രതിമാസം 300 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ആയിരക്കണക്കിന് സാധാരണക്കാരായ യാത്രക്കാരെ ചൂഷണം ചെയ്യുന്ന റെയിൽവേയുടെ ജനവിരുദ്ധ തീരുമാനം പിൻവലിച്ചില്ല എങ്കിൽ നിയമപരമായ മാർഗങ്ങൾ ആക്ഷൻ കൗൺസിൽ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. യോഗത്തിൽ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ PR നാഗ്, M ഗോപിനാഥൻ, അഡ്വക്കേറ്റ് O ഹാരിസ്, B ദിലീപൻ, CH ഷുക്കൂർ, R മധുകുമാർ, അഡ്വക്കേറ്റ് പ്രമീള ബാബുരാജ്, അഡ്വക്കേറ്റ് ആരതി S കുമാർ, സുനിൽ P ഡാനിയൽ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.